മലയാളിയുടെ വർത്തമാനകാലത്തിന്റെ വർത്തമാനം. കേരള സമ്മിറ്റ് വീണ്ടും പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. എവിടെയാണ് അതിര്? ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ, എഴുത്തിൻ്റെ, വരയുടെ, ഒരു ഫ്രെയിമിൻ്റെ, ചിന്തയുടെ, കലാകാരൻ്റെ അന്വേഷിക്കുന്നു കേരള സമ്മിറ്റ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ അതിര് എവിടെയാണ്? ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇവരാണ്. തിരുവസ്ത്രം ഉപേക്ഷിച്ച് ആമയൻ എന്ന ആത്മകഥയിലൂടെ പ്രശസ്തയായി തീർന്ന എഴുത്തുകാരി സിസ്റ്റർ ജസ്മി, നടനും സംവിധായകനുമായ ശ്രീ ആദം അയൂബ്, സംവിധായകൻ ബ്ലസി, യുവ കവയിത്രി കണ്ണിമോൾ, എറണാകുളം മഹാരാജാസ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ സാമൂഹിക പ്രവർത്തകനുമായ ശ്രീ ദിലീപ് രാജ്. സിസ്റ്റർ ജസ്മി, സിസ്റ്റർ ഒന്ന് വിളിക്കാമോ ഇപ്പോഴും? തീർച്ചയായിട്ടും. എന്തുകൊണ്ട്? ഗസറ്റഡ് പബ്ലിക്കേഷനിലെ ഞാൻ ഇനി മുതൽ സിസ്റ്റർ ജസ്മി എന്ന് സർക്കാർ എനിക്ക് അനുവാദം തന്നിരിക്കുകയാണ്. സിസ്റ്റർ പദവി ഉപയോഗിക്കുന്നത് സർക്കാരിന്റെ ഗസറ്റഡ് പബ്ലിഷ് ചെയ്തിട്ടാണ്. അതായത് ഞാൻ അല്ല മേമി റാഫേൽ സി എന്ന പേര് മാറ്റിയിട്ട് സിസ്റ്റർ ജസ്മി എന്ന പേരാണ് ഇനി ഉപയോഗിക്കേണ്ടത് എന്ന് ഗസറ്റ് പബ്ലിക്കേഷൻ എന്റെ കയ്യിലുണ്ട്. പക്ഷേ ആ സിസ്റ്ററിന് ക്രിസ്ത്യാനിറ്റിയുടെ അർത്ഥമില്ലല്ലോ. എന്താ നഴ്സുമാരെ നിങ്ങൾ സിസ്റ്റർ എന്ന് വിളിക്കുന്നില്ലേ? എന്താ എന്നെ സിസ്റ്റർ പബ്ലിഷ് ചെയ്യുന്നില്ല? എന്റെ പബ്ലിഷ് ചെയ്തതാ. അതുകൊണ്ട് സർക്കാരിന്റെ അംഗീകാരം കൂടിയുണ്ട്. ഞാൻ പ്രഖ്യാപിക്കുകയാണ്, ഈ വസ്ത്രത്തിൽ നിന്നുകൊണ്ട് സിസ്റ്റർ എന്ന് വിളിക്കാൻ ക്രിസ്തീയ വിശ്വാസികൾക്ക് എങ്ങനെ സാധിക്കും? ഞാൻ പറയുന്നു, യൂണിഫോമിലല്ല സിസ്റ്റർഹുഡ് അല്ലെങ്കിൽ സന്യാസം. അതുപോലെ 4 ചുമരുകൾക്കുള്ളിൽ തളയ്ക്കപ്പെടുന്നതിലല്ല സന്യാസം. ഇതൊരു മൂന്നാം മാർഗം, ഒരു തേർഡ് വേ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഇനിയുള്ള തലമുറയ്ക്ക് നന്മ ചെയ്യണമെങ്കിൽ, അവർക്ക് ധൈര്യമുണ്ടെങ്കിൽ, അവർക്ക് കുറച്ച് ഫിനാൻഷ്യൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ, അവർക്ക് തനിയെ നിന്നുകൊണ്ട് ഈ സിസ്റ്റർഹുഡ് സ്വീകരിച്ചുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ ഞാൻ മൂന്നാം പാത ഞാൻ പ്രഖ്യാപിച്ച് തുറന്നിടുകയാണ് യുവാക്കൾക്കായിട്ട്. അത് അവർ സഹർഷം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സിസ്റ്റർ എന്നല്ലാതെ എന്നെ ജസ്മി എന്ന് വിളിക്കാൻ പാടില്ല. ഞാൻ ഡോക്ടറേറ്റ് എടുത്തത് ഡോക്ടർ ജസ്മി എന്ന് വിളിച്ചാൽ അത് വിരോധാഭാസമാകും. ഡോക്ടർ മേമി റാഫേൽ സി ആണ്. എങ്കിൽ നിങ്ങൾ എന്നെ ഡോക്ടർ മേമി റാഫേൽ സി എന്ന് വിളിക്കേണ്ടി വരും. ജസ്മി എന്നുള്ള പേര് ജീസസ് ആൻഡ് മീ എന്ന് എടുത്തത് സിസ്റ്റർ ആയപ്പോഴും ആ സിസ്റ്റർ ജസ്മിയോട് കൂടെ സിസ്റ്റർ ഉണ്ടെങ്കിലേ അത് ചേരുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ പഴയ പേരിലേക്ക് തിരിച്ചു പോകണം, മേമി റാഫേൽ സി. ഞാൻ വീണ്ടും ഗസറ്റിൽ പബ്ലിഷ് ചെയ്യണം. ഈ വസ്ത്രധാരണം ഒരു ആവിഷ്കാരം തന്നെയാണ്. 28 വർഷമായിട്ട് സിസ്റ്റർ ജസ്മിയുടെ ശരീരത്തുണ്ടായിരുന്ന വസ്ത്രം ഒരു ദിവസം സിസ്റ്റർ ജസ്മി വേണ്ടെന്ന് വെക്കുന്നു. ആ ദിവസം ഓർമ്മയുണ്ടോ? തീർച്ചയായിട്ടും. 2008 ഓഗസ്റ്റ് 31. അതിനു മുൻപ് സാരിയിലേക്ക് മാറി. ഞങ്ങൾക്ക് സാരി ഒഫീഷ്യൽ ഡ്രസ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡൽഹിയിൽ വെച്ച് സാരിയിലേക്ക് മാറിയിട്ട് ആ എംബ്ലം ഉള്ള മാലയാണ് ഞാൻ കൊടുത്തത് ഡിസ്പെൻസേഷൻ ലെറ്റർ കൈമാറുന്നതോടുകൂടി. ആ ദിവസമാണ് മാറുന്നത് വസ്ത്രം, സാരിയും അതിൻ്റെ ഡ്രസ്സുകളും എല്ലാം. ഒഫീഷ്യൽ ഡ്രസ്സ് ഞാൻ ഉപേക്ഷിച്ചത് 2008 ഓഗസ്റ്റ് 31. 5 വർഷം തികയാൻ പോകുന്നു. 28 വർഷങ്ങൾക്ക് ശേഷം ഒരു കന്യാസ്ത്രീയുടെ ആത്മകഥ എന്ന വിഷയവുമായിട്ട് വരുമ്പോൾ 33 വർഷമായി മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന ഒരു വലിയ ഒരു ഫീലിംഗ്, അതിന് ഇത്രയും വർഷം എങ്ങനെയാണ് അത് സഹിച്ചത് എന്നുള്ളതാണ് ഒരു സംശയം. ഇതിൻ്റെ ഞാൻ വീണ്ടും ജനിക്കുകയാണ് മഠത്തിലേക്ക് കയറുമ്പോൾ. അത് ഒരു ശിശുവായിട്ട് ഒരു പുതിയ ലോകത്തിലേക്ക് ജനിക്കുന്നതാണ്. ഞങ്ങൾ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട് വീണ്ടും രൂപീകരിക്കപ്പെടുന്നതാണ് സന്യാസം. അതിലെ ഓരോ ഘട്ടമായിട്ട് ഞാൻ ആദ്യം ഒന്നും അറിഞ്ഞില്ല. ഒരു 5 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ചിലതൊക്കെ കാണാൻ തുടങ്ങി. ഞാൻ ഷോക്കടിച്ചു പോയി, ഞാൻ പകച്ചുപോയി. അപ്പോഴും ഞാൻ സംസാരിക്കാതിരുന്നു. അടുത്ത ഘട്ടത്തിൽ ഞാൻ കുറേശ്ശെ സംസാരിച്ചു തുടങ്ങി, പിന്നെ ഉറക്കെ സംസാരിച്ചു തുടങ്ങി. വൈസ് പ്രിൻസിപ്പളും പദവിയിലെത്തിയപ്പോൾ ഞാൻ അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൂടി കോഴ നിർത്തലാക്കുക എന്നൊക്കെ പറഞ്ഞത് കുറച്ച് അധികാരത്തിൻ്റെ ഭാഗമാണ്. 3-ാം വർഷം ഞാൻ പറഞ്ഞു, ഗവൺമെൻറ് പറഞ്ഞ ഫീസിൽ നിന്ന് 1 രൂപ പോലും നിങ്ങൾ തരേണ്ട എന്ന് പേരൻസിനെ വിളിച്ച് പറഞ്ഞു. തക്കതായ കാരണമുണ്ടായിരുന്നു. സെക്കൻഡ് ഇയർ ഞാൻ ഗരാവോ സഹിച്ചതുകൊണ്ട്. ഇത്തരം ഘട്ടമായി ഞാൻ അകത്ത് ഡിസ്കഷനുകളിലും പ്രൊവിൻഷ്യാളമയോടും ജനറാളമയോടും ബിഷപ്പിനോടുമൊക്കെ ചർച്ചകൾ ചെയ്തുകൊണ്ടേയിരുന്നു. അതിൽ ഇപ്പോൾ പ്രൊവിൻഷ്യലായിരിക്കുന്ന സിസ്റ്റർ അന്ന് എന്നോട് പറഞ്ഞത്,
ജസ്മിയുടെ ചോദ്യങ്ങൾ ജെനുവിനാണ്. അതിന് ഉത്തരം തരാൻ CMC കോൺഗ്രിഗേഷനിൽ ഒരു സിസ്റ്റർ ജനിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ അവർ പോലും ഉത്തരം അറിയാതെ പകച്ചു പോവുകയാണ്. പക്ഷെ അവർ ചോദ്യങ്ങളൊക്കെ അടച്ചു വെച്ചിരിക്കുകയായിരുന്നു. എൻ്റെ ചോദ്യം തുടർന്നുകൊണ്ടേയിരുന്നു. എന്താ അല്ലെങ്കിൽ ഒരു കന്യാസ്ത്രീയുടെ ആത്മകഥ എന്ന പുസ്തകം മാർക്കറ്റിൽ ഇത്രയധികം വിൽക്കപ്പെടാനുണ്ടായ കാരണം എന്തെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അത് സഭ തന്നെയാണ് അതിന് കാരണമുണ്ടാക്കിയത്. ഞാൻ അതിനൊരു കലയോ ഒരു സാഹിത്യ സൃഷ്ടിയോ ആയിട്ട് ഞാൻ ഒരിക്കലും പറയില്ല. അത് ഒരു എക്സ്പ്രഷൻ, ആവിഷ്കാരമാകാം. പക്ഷേ അത് എൻ്റെ ഒരു നിലവിളിയായിരുന്നു, ആത്മരോദനമായിരുന്നു. ഞാനൊരു മാനസിക രോഗിയാണെന്ന് പറഞ്ഞ് മുദ്രയടിച്ച് പത്രങ്ങളോട് വിളിച്ചു പറഞ്ഞ് സകല വിശ്വാസികളോടും പറഞ്ഞ് എന്നെ പുറത്തിറക്കിയപ്പോൾ എനിക്ക് ജീവിക്കാൻ മാർഗമില്ലാതെയായി. ഒരു വേശ്യയെന്ന് ഞാൻ വിളിക്കപ്പെട്ടെങ്കിലും അതെന്നെ അത്ര ബാധിച്ചില്ല. വേശ്യയെ സ്വീകരിക്കാൻ സമൂഹത്തിൽ ഒരു ഭാഗമെങ്കിലും ഉണ്ടാകും. പക്ഷെ ഒരു ഭ്രാന്തിയെ സ്വീകരിക്കാനായിട്ട് ഈ ഭൂലോകത്ത് ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ജോലി കിട്ടുമോ, എനിക്ക് വാടക വീട് കിട്ടുമോ, എനിക്ക് ഫ്രണ്ട്ഷിപ്പ് കിട്ടുമോ, എനിക്ക് സ്വീകാര്യത കിട്ടുമോ എവിടെയെങ്കിലും? അപ്പോൾ എനിക്ക് തുറന്നു പറയണം എനിക്ക് ഭ്രാന്തി ില്ലെന്ന്. അത് മൈക്ക് വെച്ച് പറഞ്ഞു പോയാൽ വീണ്ടും പറയും ഞാൻ ഭ്രാന്തിയാണെന്ന്. അതുകൊണ്ട് എൻ്റെ ജീവിതമാണ് ഞാൻ വെളിമ്പ്രദേശത്ത് കൊണ്ടുവന്നത്. സിസ്റ്റർ ജസ്മിയുടെ ഈ ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി പെൻഗ്വിൻ പുസ്തകത്തിന് ചേർത്ത് വെച്ചത് ഇവിടെ ഇരിക്കുന്ന ദിലീപ് രാജ് ആണെന്ന് തോന്നുന്നു. അതെ, ദിലീപ് രാജ്, ഈ പുസ്തകത്തിന് പിന്നിൽ ഒരു വലിയ മാർക്കറ്റിംഗ് തന്ത്രം ഉണ്ടായിരുന്നില്ലേ? വളരെ പ്ലെയിനായി ചോദിച്ചാൽ സിസ്റ്റർ ജസ്മി സഭയോടുള്ള എതിർപ്പ് രേഖപ്പെടുത്തി വിൽക്കാനായിരുന്നില്ല മാഗസിൻ ഈ പെൻഗ്വിൻ പുസ്തകം ശ്രമിച്ചത്. സിസ്റ്റർ ജസ്മിൻ അതിൽ പരാമർശിച്ചിരുന്ന വളരെ അധികം തന്നെ അഡൽട്ട് കണ്ടന്റ് ഉള്ള ചില സംഭവങ്ങൾ പ്രേക്ഷകർ ധാരാളം വായിക്കുകയും ഇന്നും ഇന്റർനെറ്റിൽ ചെറിയ സെഗ്മെന്റുകളായിട്ട് വരികയും ചെയ്യുന്നുണ്ട്. അത് പോപ്പുലാരിറ്റി കൂട്ടിയിട്ടില്ലേ? എനിക്ക് തോന്നുന്നത് ഒരു കലാസൃഷ്ടി അല്ലാന്ന് അവർ പറയുന്നു. ഒരു കലാസൃഷ്ടിയാണെങ്കിൽ ഒരു പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോൾ അത് ഹിറ്റാവുമെന്ന് ഉറപ്പ് വരുത്താൻ ഇന്നേ വരെ യാതൊരു മാർഗവും ആരും കണ്ടുപിടിച്ചിട്ടില്ല. അതൊരു സിനിമയാണെങ്കിലും ഒരു പുസ്തകമാണെങ്കിലും. അങ്ങനെയാണെങ്കിൽ എത്ര പുസ്തകങ്ങളിലൂടെ ഹിറ്റാവണം? അപ്പോൾ ഒരു പുസ്തകത്തിൻ്റെ ആ ഒരു മാർക്കറ്റിലേക്ക് പോകുമ്പോൾ അതിനൊരു അനിശ്ചിതത്വമുണ്ട്. അപ്പോൾ ഇത് ഹിറ്റാവുന്നത് ആർക്കും ഒരു പുസ്തകം ഹിറ്റാവെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, ഇപ്പം മുട്ടത്ത് വർക്കിയുടെ പേരിലുള്ള അവാർഡ് OV വിജയൻ തൊട്ട് നമ്മുടെ ചവട സാഹിത്യകാരന്മാരൊന്നും മുദ്രയടിക്കപ്പെടാത്ത എല്ലാവരും ഇന്ന് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും സ്വന്തം പുസ്തകം വിറ്റ് പോകണമെന്ന് തന്നെയാണ് ആഗ്രഹം. സ്വന്തം സിനിമ കൂടുതൽ പൈസ ഉണ്ടാക്കണം എന്ന് തന്നെയാണ് എല്ലാവർക്കും ആഗ്രഹം. പക്ഷേ ഈ കലാകാരന്മാരുടെ ഒരു ഓട്ടോണമി, അവരുടെ സ്വാതന്ത്ര്യം ഇല്ലാതാവും പൈസ വാങ്ങിയാൽ എന്നൊരു ധാരണ നമ്മൾ ബിനാലെ വിവാദത്തിലൊക്കെ കണ്ടതാണ്. സർക്കാർ അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ കലാകാരന്മാർ കോംപ്രമൈസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ് ആവിഷ്കാരത്തിൻ്റെ അതിരെന്ന് ഞാൻ വിചാരിക്കുന്നത്. ആവിഷ്കാരത്തിൻ്റെ അതിരെന്ന് പറയുന്നത് സെൻസർഷിപ്പ് മാത്രമല്ല, പൈസ നമ്മളുടെ ആവിഷ്കാരത്തിന് അതിരാണോ? ഏതെങ്കിലും തരത്തിൽ പറയാനുള്ള കാര്യത്തിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നുണ്ടോ? നമ്മൾ ആവിഷ്കാരത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തെ അത് തടയുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാഗ്നിഫൈ ചെയ്യാൻ ശ്രമിക്കാമല്ലോ അല്ലേ? അത് കൂട്ടാമല്ലോ, അതിന്റെ ഇന്റൻസിറ്റി കാശ് കിട്ടുമെന്ന് കരുതി. ഞാൻ പറയുന്നത് കൂടുതൽ കോപ്പി ഒരു പുസ്തകം ചെലവാകുന്നത്, നിങ്ങളുടെ പരിപാടി കൂടുതൽ ആളുകൾ കാണുന്നത് തെറ്റാണ് എന്ന അഭിപ്രായം ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ പുസ്തകം വിറ്റുവന്ന് തെറ്റാണെന്ന് അതല്ല, അതിൽ മനഃപൂർവ്വം അതിൽ മായം ചേർക്കുമ്പോൾ, അതിൽ കലർപ്പ് ചേർക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൽ നിറങ്ങൾ ചേർക്കുമ്പോൾ അത് ശരിയാണോ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പുസ്തകങ്ങൾ എഡിറ്റ് ചെയ്യുന്നതിന് അംഗീകൃതമായിട്ടുള്ള മാനദണ്ഡങ്ങൾ വെച്ച് ഒരു പുസ്തകത്തിൻ്റെ കണ്ടന്റിനെ സംബന്ധിച്ച് ലീഗലായിട്ടും അല്ലാതെയുമുള്ള കൺസൾട്ടേഷന് ശേഷം പ്രസിദ്ധീകരണ യോഗ്യമായിട്ടുള്ള, ഒരാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞതിൽ പ്രസിദ്ധീകരണ യോഗ്യമാണെന്ന് ബോധ്യപ്പെട്ട ഒരു പ്രക്രിയയിലൂടെ തന്നെയാണ് അത് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. പിന്നീട് അത് ഈ പറഞ്ഞതുപോലെ ഏതൊക്കെ തരത്തിൽ പിന്നെ അത് പ്രചരിക്കുന്നു എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ദിലീപ് രാജ്, പല രീതിയിൽ പുസ്തകങ്ങൾ മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. JK റൗളിംഗിന്റെ ഹാരി പോട്ടർ സീരീസിന് ശേഷം എഴുതിയ അഡൽട്ട് കണ്ടന്റ് ഉള്ള പുസ്തകം പബ്ലിഷ് ചെയ്യുമ്പോൾ തന്റെ പേര് വെക്കരുതെന്ന് ആദ്യം നിർബന്ധം പിടിച്ച് JK റൗൾ തന്നെ നിഗൂഢമായി അത് പബ്ലിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. അത് നമ്മൾ കണ്ടതാണ്, ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ്. സിസ്റ്റർ ജസ്മി പ്രസിദ്ധീകരിച്ച ആമേൻ എന്ന പുസ്തകം വളരെയധികം ആളുകൾ വായിക്കാനുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് സഭയോടുള്ള പ്രതിഷേധമല്ല, അതിനുള്ളിലെ അഡൽട്ട് കണ്ടന്റ് ആണ് എന്നൊരു പരാമർശം വന്നാൽ അത് സത്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ പുസ്തകം വായിച്ച ആരും അങ്ങനെ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. സർ, 150 പേജുള്ള പുസ്തകത്തിലെ 1.5 പാരഗ്രാഫ് വളരെ ആത്മാർത്ഥമായി ഉണ്ടായ ഒരു സംഭവത്തിൻ്റെ ആത്മാർത്ഥമായ വിവരണം കൊണ്ട് പുസ്തകം വിറ്റുപോകുമെങ്കിൽ ഇവിടെയുള്ള മഞ്ഞ പുസ്തകങ്ങളൊക്കെ ഇതിനേക്കാൾ അധികം വിറ്റുപോകണ്ടേ? എൻ്റെ പുസ്തകത്തിൽ മായം ചേർക്കലുള്ളത് കൊണ്ടല്ല അത് വിറ്റുപോയത്, അതിൽ ഒരു വാക്ക് പോലും മായമായി ചേർക്കാത്തത് കൊണ്ടാണ്. ഓരോരുത്തരും അത് വായിച്ചപ്പോൾ പറഞ്ഞത് ഇതിലെ സിൻസിയറിറ്റി, ഇതിലെ ആത്മാർത്ഥത അതിൽ തുടിച്ചു നിൽക്കുന്നതുകൊണ്ടാണ് ഇന്നും ആമേൻ വിറ്റുപോകുന്നു. ഇന്ന് ഞാൻ ഇവിടുത്തെ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോൾ 3 പുസ്തകം ഇന്നലെ മേടിച്ചുകൊണ്ട് വന്ന അതിലൊരെണ്ണം വിറ്റ് കഴിഞ്ഞു, 2 ഇപ്പോൾ അയാളുടെ കയ്യിലുള്ളത്. ദിവസവും ഇന്നും 5ാം വർഷത്തിൽ കടന്നിരിക്കുന്ന ആമേൻ വിറ്റുപോയിട്ട് 19
19 പതിപ്പിലാണ് വന്നു നിൽക്കുന്നത്. അങ്ങനെ ഒരു 1.5 പേജിലെ അശ്ലീലം വായിക്കാൻ വേണ്ടി മാത്രം ഈ പുസ്തകം വാങ്ങുന്നുണ്ടെങ്കിൽ എല്ലാ വായനക്കാരും മണ്ടന്മാരാണ്. സിസ്റ്റർ ജസ്മി, ഈ പുസ്തകം പബ്ലിഷ് ചെയ്തതിന് ശേഷം ഇങ്ങോട്ടുള്ള കുറേ വർഷങ്ങൾ, ആ വർഷങ്ങളിൽ ഞെട്ടിപ്പിച്ച സംഭവങ്ങൾ എന്തെങ്കിലും സിസ്റ്റർ ജസ്മിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഈ പുസ്തകത്തെ തുടർന്ന്? എനിക്ക് ഒരു വലിയ പ്രശ്നമുണ്ടായത്, ഞാൻ പച്ചക്കുതിരയിൽ എഴുതി, MLA-മാർ അടക്കം അല്ലെങ്കിൽ എല്ലാ തുറകളിലുള്ളവരിൽ നിന്നും ലൈംഗിക സംതൃപ്തി വാഗ്ദാനം ചെയ്യപ്പെട്ടുകൊണ്ടുള്ള ഫോൺ വിളികൾ, വരവുകൾ, അത് ഒരു തരത്തിൽ എന്നെ ഷോക്കടിപ്പിച്ചു. കാരണം ഞാൻ തിരിച്ചു വരാം. കനിമോൾ, ആമേൻ എന്ന പുസ്തകത്തിൽ സിസ്റ്റർ ജസ്മി അറിഞ്ഞോ അറിയാതെയോ വെളിപ്പെടുത്തിയ പരമാർത്ഥങ്ങൾ സമൂഹം എടുത്തിരിക്കുന്നത് ഒരു ലൈംഗിക ദാഹമുള്ള ഒരു സ്ത്രീയാണ് സിസ്റ്റർ ജസ്മി എന്നൊരു തെറ്റായ ധാരണയിലേക്ക് ആ പുസ്തകം അവരെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ആ പരാമർശം ഒഴിവാക്കാമായിരുന്നു. സിസ്റ്റർ പറഞ്ഞല്ലോ, അതിൽ തുറന്നെഴുത്താണുള്ളത്, സത്യസന്ധമല്ലാത്ത ഒരു വരി പോലും ഇല്ലെന്ന് പറഞ്ഞല്ലോ. സത്യസന്ധമായി പറയുമ്പോൾ അതും വേണ്ടി തന്നെയാണ്, അത് ഒഴിവാക്കേണ്ട കാര്യം. ഈ പെണ്ണെഴുത്തുകാർ അതിന് ആ ചോദ്യം ഉണ്ടായത് സ്ത്രീകൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൂടാ എന്നുള്ളത്, അതല്ലേ അത് ധ്വനിപ്പിക്കുന്നത്. സ്ത്രീകൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൂടാ, ഇതിന് തൊട്ട് താഴെ വരെ ആകാവൂ എന്നുള്ള സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാടല്ലേ ആ ചോദ്യം ധ്വനിപ്പിക്കുന്നത്. അപ്പോൾ ഈ പെണ്ണെഴുത്തുകൾ, ഗ്രേസി അടക്കമുള്ളവർ, മാധവിക്കുട്ടിയുടെ പിൻതലമുറക്കാരെന്ന് പറഞ്ഞ് കത്തോലിക്ക സഭ ഇപ്പോൾ കളിയാക്കുന്ന പെണ്ണെഴുത്തുകാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയാണ്. അവർ അധാർമികമായി നടക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ഇപ്പോഴും സൂചിപ്പിക്കുന്നത്. ആ അർത്ഥത്തിൽ ആ കാറ്റഗറിയിൽ പെടാവുന്ന ഒരു പുസ്തകമാണ് ഇത് എന്ന് കത്തോലിക്ക സഭ നേരത്തെ തന്നെ പറയുന്നു. ചില സമൂഹത്തിലെ ഉന്നതരെങ്കിലും വിളിക്കുകയും ചെയ്യുന്നു. സിസ്റ്റർ ജസ്മി, അത് കാര്യമാക്കേണ്ടതിന് സിസ്റ്റർ അതിനകത്ത് അല്പം പോലും സിസ്റ്റർ അത് ബാധിച്ചിട്ടില്ല. അത്തരം ആക്ഷേപങ്ങളൊന്നും അവരെ ബാധിച്ചിട്ടില്ല. പിന്നെ പറയേണ്ടി വന്നു, എനിക്ക് ഈ ദാഹമില്ല എന്ന് എല്ലാ മൈക്കിലൂടെയും എല്ലാ ലേഖനങ്ങളിലൂടെയും ഞാൻ പറഞ്ഞു, ദയവ് ചെയ്ത് ദാഹമില്ലാത്ത എന്നെ കൊണ്ട് വെള്ളം നിങ്ങൾ നിർബന്ധിച്ച് കുടിപ്പിക്കരുതേ എന്ന്. ബ്ലസ്സി, കളിമണ്ണ് എന്ന സിനിമയുടെ പശ്ചാത്തലവും സിസ്റ്റർ ജസ്മിയുടെ പേരിൽ ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു MLA നടത്തി എന്ന് പറയപ്പെടുന്ന ഫോൺ കോളും, ഇതെല്ലാം തമ്മിൽ കൂട്ടി വായിച്ചാൽ അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു അന്തരീക്ഷം നമുക്കില്ലേ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട പുരുഷൻ എത്രത്തോളം ലൈംഗികമായി തൃപ്തനാണ് എന്നുള്ളൊരു മറുചോദ്യമാണ്. കാരണം പലപ്പോഴും ലൈംഗികത ആത്മീയമാണ് എന്ന് ഞാൻ കാരണം പൂർണ്ണമായ സമർപ്പണം ഉണ്ടാകുന്ന ഒരു പ്രക്രിയയാണ് ലൈംഗികതയിലൂടെ അനുഭവമാകുന്നത്. പലപ്പോഴും പല പുരുഷന്മാർക്കും ഇത് അത്തരത്തിലുള്ള അനുഭവത്തിലേക്ക് യാത്ര ചെയ്യാൻ കഴിയാതെ വരുമ്പോഴാണ് ഈ പത്തരത്തിലുള്ള ഏറ്റവും മോശമായ തരത്തിൽ അത് ഒരു സെക്കൻഡിൽ മാത്രം അവന് സംസാരിച്ചാൽ കഴിയും, അല്ലെങ്കിൽ ഒരു ഫോൺ കോളിൽ കഴിയുന്ന, അല്ലെന്നുണ്ടെങ്കിൽ ഒരു കാഴ്ചയിൽ കഴിയുന്ന, ഒരു തോണ്ടലിൽ കഴിയുന്ന അവസ്ഥയിലേക്കൊക്കെ തരം താഴുന്ന ഒരവസ്ഥയിലേക്ക് ഇത് പ്രോപ്പറായിട്ടുള്ള ഇതിനെക്കുറിച്ചുള്ള ധാരണ ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ്. അപ്പം അത് തീർച്ചയായിട്ടും ഈ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വൈകുല്യമായിട്ടാണ് എനിക്ക് എന്നെ കാണാൻ കഴിയുന്നത്. റൈറ്റ്. ഇപ്പോൾ സിസ്റ്റർ ജസ്മിയെ ഒരു സെക്സ് സിംബലായി പ്രതിഷ്ഠിക്കുക എന്നുള്ളത് ഒരു വളരെ മൈനോറിറ്റിയുടെ മാത്രം ഒരു ആഗ്രഹമാണ്. ഭൂരിപക്ഷം ഇവിടെ വേറെയുണ്ട്. പക്ഷെ അപ്പോഴും നമ്മുടെ മുൻപിലുള്ള പ്രശ്നം ഇതാണ്, ഇവർ ഇത്രയും തുറന്നെഴുതേണ്ടിയിരുന്നോ എന്ന് ചോദിക്കുന്ന ഒരു വിഭാഗം ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട്. അവർക്കുള്ള മറുപടി, ഒരു സ്ത്രീയുടെ പ്രശ്നങ്ങളെക്കുറിച്ച്, സ്ത്രീയുടെ മാനസികാവസ്ഥകളെക്കുറിച്ച് ഏറ്റവും സത്യസന്ധമായി എഴുതാൻ കഴിയുക ഒരു സ്ത്രീക്ക് മാത്രമാണ്. നമ്മുടെ സ്ത്രീയുടെ വികാരങ്ങളെക്കുറിച്ച് പുരുഷന്മാർ എഴുതിയതാണ് കൂടുതൽ വായിച്ചിട്ടുള്ളത്. അപ്പോഴേക്കും സ്വാഭാവികം എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്, ഇങ്ങനെ തന്നെ ആയിരിക്കുമോ ഒരു സ്ത്രീ ചിന്തിക്കുക എന്ന്. കാരണം ഒരു പുരുഷൻ്റെ വീക്ഷണകോണിൽ കൂടി പുരുഷൻ അസ്യൂം ചെയ്യുന്നത് എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീ, ഒരു കലാകാരി, ഒരു സാഹിത്യകാരി എന്ന നിലക്ക് അവരുടെ വികാരങ്ങൾ, അവരുടെ മാനസികാവസ്ഥകൾ ആവിഷ്കരിക്കാൻ അവരുടെ മാധ്യമത്തിലൂടെ അവർ ശ്രമിക്കുന്നതിൽ എന്താ തെറ്റ്?